ഇസ്രായേലിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം മോങ്ങിയാൽ മതിയോ? പലസ്തീനിൽ മരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മോങ്ങാത്തത് എന്തുകൊണ്ട്? ഇസ്രായേൽ കുട്ടികളെ ബോംബിട്ട് കൊല്ലുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ക്രൂരതകൾ മറച്ചുവെച്ച് ഹമാസിൻ്റെ ക്രൂരതകളെ നിരന്തരം വർണ്ണിക്കുന്നു? സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ വിശദീകരണം, മനുഷ്യനോട് ക്രൂരത ആര് ചെയ്താലും അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ്. വ്യക്തിപരമായി ആരും ആരോടും ക്രൂരത ചെയ്യാൻ പാടില്ല. എന്നാൽ യുദ്ധങ്ങളിൽ അക്കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്ന അധിനിവേശങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ, പ്രതിരോധവും അത് ഫലപ്രദമാകാതെ വന്നാൽ തിരിച്ചടികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. യുദ്ധമെന്നത് എത്ര വലിയ വിനാശമുണ്ടാക്കുന്നതായാലും അനിവാര്യമായ ഘട്ടത്തിൽ അത് പലപ്പോഴും ന്യായീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ അവിടെയും കർശനമായി പാലിക്കപ്പെടേണ്ട ചില രാജ്യാന്തര യുദ്ധ നിയമങ്ങളുമുണ്ട്. അതിനേക്കാൾ കൂടുതലായി യുദ്ധത്തിൽ പാലിക്കേണ്ട ചില ധാർമ്മിക മര്യാദകളുണ്ട്. ഇനി ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഹമാസ് ഭീകരർ ചെയ്തത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ മര്യാദകളും മറന്ന് ഇസ്രായേലിലേക്ക് കയറി വന്ന് ആക്രമിച്ചത് മുഴുവൻ സ്ത്രീകളെയും കുട്ടികളെയും അടങ്ങുന്ന നിരപരാധികളെയായിരുന്നു. അവർക്ക് കൊല്ലാൻ കാരണം ഒന്നു മാത്രം, ജൂതനായാൽ മതി. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഹമാസ് യുദ്ധമര്യാദകൾ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറി അക്രമങ്ങൾ അഴിച്ചുവിടുകയും സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തപ്പോഴെല്ലാം, തീവ്രവാദികൾക്ക് തിരിച്ചടി നൽകിയപ്പോൾ പോലും ശക്തമായ യുദ്ധമര്യാദകൾ പാലിച്ചായിരുന്നു ഇന്നുവരെ ഇത് ചെയ്തിട്ടുള്ളത്. പലസ്തീനികൾക്ക് ബോംബിങ്ങിന് മുൻപ് ഒഴിഞ്ഞു പോകുവാൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവർക്കും സുരക്ഷിത സ്ഥാനം തേടാനുള്ള സമയം അനുവദിച്ചുമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ എന്ന വസ്തുത ശത്രുക്കൾക്ക് പോലും നിഷേധിക്കാനാകാത്തതാണ്. അല്ലായിരുന്നെങ്കിൽ 2000 ടാർജറ്റുകളിലായി ഇതുവരെ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബിങ്ങിൽ മരണം 500,000 കവിഞ്ഞേനെ. ഇപ്പോഴും ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നതിന് മുൻപ് ഒഴിഞ്ഞു പോകാനും സുരക്ഷിത കേന്ദ്രങ്ങൾ തുറന്ന് അവിടേക്ക് രക്ഷപ്പെടാനുമുള്ള വഴി തുറന്നിട്ടുണ്ട്. 2 ലക്ഷത്തിലേറെ പേർ ആ അവസരം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും ഗാസയിൽ തുടരുന്നവരെ ഹമാസിൻ്റെ ആളുകളായി കരുതുമെന്ന മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ്റെ ജീവനും മനഃപൂർവ്വം നഷ്ടമാകാത്ത വിധത്തിലാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഹമാസിനോ സാധാരണക്കാരായ ജൂതൻ്റെ ജീവൻ മതി. അതാണ് അവർ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതും. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ചും സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയും ഹമാസ് നടത്തി വന്ന റോക്കറ്റ് കലാപരിപാടികളിൽ സ്വന്തം കുട്ടികളെ തന്നെ കുരുതി കൊടുത്ത് ആ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് സക്കാത്ത് കൈപ്പറ്റിയിരുന്നത്. അന്നും ഇന്നും ഇസ്രായേൽ അങ്ങോട്ട് ചെന്ന് പലസ്തീൻ ജനതയെ ആക്രമിച്ചിട്ടില്ല. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ മാത്രമാണ് തിരിച്ചടിച്ചിട്ടുള്ളത്. തങ്ങളുടെ രാജ്യത്ത് കയറി വന്ന അക്രമങ്ങൾ നടത്തി മരണം വിതച്ചവരെ തിരിച്ചാക്രമിക്കാതിരിക്കാൻ രാജ്യമെന്ന നിലയിൽ ഇസ്രായേലിന് കഴിയില്ല. ആ തിരിച്ചടിയിലും പരമാവധി ജീവാപായം ഉണ്ടാകാത്ത വിധത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഹമാസ് ഭീകരരാകട്ടെ കൊച്ചുകുട്ടികളെ പോലും യാതൊരു ദാക്ഷിണ്യവും കൂടാതെയാണ് അറുങ്കൊല ചെയ്തത്. തെക്കൻ ഇസ്രായേലിലെ കിബ്യൂട്സിൽ വീടുകളിൽ കയറി കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് തലയറുത്ത് കൊന്ന് മുഴുവൻ കുടുംബാംഗങ്ങളെയും വെടിവെച്ച് കൊല്ലുന്ന ഹമാസിൻ്റെ ഭീകര ദൃശ്യങ്ങൾ ലോകത്തെ അത്രമേൽ നടുക്കിക്കളഞ്ഞു. തോക്കുകളും ഗ്രനേഡുകളുമായി ഹമാസ് ഭീകരർ കിബ്യൂട്സിലേക്ക് ഇരച്ചു കയറി മുന്നിൽ കണ്ടവരെയെല്ലാം അവർ കൊന്നുതള്ളി. കുറഞ്ഞത് 40 കുഞ്ഞുങ്ങളെയെങ്കിലും ഹമാസ് ഭീകരർ കഴുത്തറുത്തും വെടിവെച്ചും കൊന്നുവെന്നാണ് റിപ്പോർട്ട്. പൈശാചിക ഭാവത്തോടെ ഇത്രയും കിരാതമായ ക്രൂരതകൾ ചെയ്തവരെയാണ് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർ പോരാളികൾ എന്ന് വിളിച്ച് ആദരിക്കുന്നത്. പ്രതിരോധത്തിനൊഴികെയുള്ള ഒരു യുദ്ധത്തെയും ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയുകയില്ല. ഇനി പ്രതിരോധത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ പോലും പരമാവധി മനുഷ്യത്വവും ധാർമ്മിക നിയമങ്ങളുമായി യുദ്ധത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കണം. ഇസ്രായേൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഹമാസ് തീവ്രവാദികൾ ചെയ്യാതെ പോകുന്നതും അതാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ
ഹമാസിൻ്റെ ക്രൂരതകൾ വർണ്ണിക്കുമ്പോൾ ഇസ്രായേൽ സൃഷ്ടിക്കുന്ന യുദ്ധക്കെടുതികളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ മോങ്ങുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി മുൻപ് പറഞ്ഞവ തന്നെയാണ്.